ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ പറ്റിയ സമയമല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് സ്മാർട്ട് ഫോണുകൾക്കെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സീരീസിൽ നിന്നും പുതിയ സീരീസ് വരുമ്പോൾ ഏകദേശം 25% വരെയൊക്കെയുള്ള പ്രൈസ് ഹൈക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒപ്പോയുടെ റെനോ 14 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ വില 50,000 രൂപയായിരുന്നു. ഞാൻ റൗണ്ട് ചെയ്താണ് പറയുന്നത്. 49,999 രൂപയായിരുന്നു, അല്ലെങ്കിൽ 50,000 രൂപയായിരുന്ന ഒപ്പോ റെനോ 14 Proയിൽ നിന്ന് ഒപ്പോ റെനോ 15 Proയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ അതിന്റെ വില 68,000 രൂപയിലേക്ക് മാറി. 18,000 രൂപയുടെ വില കൂടുതലാണ് ഈ ഒരു പുതിയ സീരീസിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. ഏകദേശം 36% വില വർധനവാണ് ഒപ്പോ റെനോ സീരീസിൽ 14 Proയിൽ നിന്ന് 15 Proയിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. ഒപ്പോ എന്ന ബ്രാൻഡിന് മാത്രമല്ല ഇത്തരത്തിൽ വില കൂടിയിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇപ്പോൾ ഐക്യൂന്റെ ഒരു ഫോൺ എടുക്കാം. ഐക്യൂ 13ന്റെ വില 54,999 രൂപ, 55,000 രൂപയായിരുന്നു. ഐക്യൂ 15ലേക്ക് വന്നപ്പോൾ അത് 73,000 രൂപയിലേക്ക് മാറി, 72,999 രൂപയിലേക്ക് മാറി. 18,000 രൂപയുടെ വില കൂടുതലാണ് അവിടെയും വന്നിരിക്കുന്നത്. 33% വില കൂടുതലാണ് ഐക്യൂ 13ൽ നിന്ന് ഐക്യൂ 15ലേക്ക് വന്നിരിക്കുന്നത്. വിവോയുടെ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള X200 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന് 95,000 രൂപയായിരുന്നെങ്കിൽ X300 Proയിലേക്ക് വന്നപ്പോൾ അത് 1,10,000 രൂപയിലേക്ക് വന്നു. 15,000 രൂപയുടെ വില കൂടുതലാണ് വന്നത്. ഏകദേശം 16% വില വർധനവാണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയൽമി 15 Proയിൽ നിന്ന് 16 Proയിലേക്ക് വന്നപ്പോൾ 10% വില വർധന വന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഫോണിന്റെ വില 30%, 34%, 35% വരെയൊക്കെയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. മാത്രമല്ല ഈ പുതിയ ഫോണുകൾ കൂടാതെ നേരത്തെ അവർ ലോഞ്ച് ചെയ്ത ഫോണുകളുണ്ടല്ലോ, അതിന്റെയൊക്കെ വില പലരും അറിയാതെ 500, 1000, 2000 ഒക്കെ പലപ്പോഴായിട്ട് അവർ കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കാര്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എന്ന് വേണം പറയാൻ. സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള വില കൂടുതൽ വന്നിരിക്കുന്നത്. ഈ പറയുന്ന റാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലാപ്ടോപ്പുകളും അതുപോലെ ടാബ്ലറ്റുകൾക്കും ഒക്കെ ഗണ്യമായിട്ടുള്ള രീതിയിലാണ് പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഗാഡ്ജറ്റ് ഉപഭോക്താക്കളെയാണ് ഈ ഒരു പ്രൈസ് ഒക്കെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ പഠന ആവശ്യത്തിന് വേണ്ടി ലാപ്ടോപ്പ് ഒക്കെ മേടിക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഈ പറഞ്ഞ പോലെ 10, 20, 30% വില വർധനമാണ് ലാപ്ടോപ്പുകളിലൊക്കെ വന്നിരിക്കുന്നത്. അത് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉപഭോക്താക്കൾക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഹൈക്ക് ബ്രാൻഡുകളെയും അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2025 ജനുവരി മാസത്തിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ, പുതിയൊരു വർഷം തുടങ്ങാനായിട്ട് ബ്രാൻഡുകൾ കാത്തിരുന്നത് പോലെ നിരവധി ഫോണുകളാണ് 2025 ജനുവരി മാസത്തിൽ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഈ വർഷം 2026 ജനുവരി ഇത്രയും ഡേറ്റ് ആയിട്ട് പോലും ഇതുവരെ അധികം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കണ്ടുള്ള ഫോണുകളൊന്നും ഇപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈവൻ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസ് ആയിട്ടുള്ള S26 സീരീസ് പോലും സാധാരണഗതിയിൽ ജനുവരിയുടെ അവസാനമൊക്കെ ലോഞ്ച് ചെയ്യുന്നതാണ്. അതൊക്കെ നീട്ടി പോവുകയാണ്. ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആവുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ആഴ്ചകൾ തോറും പുതിയ പുതിയ ഫോണുകൾ പുറത്തിറങ്ങിയിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ചിങ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽ കുറയും. അത്തരത്തിൽ സെയിൽ കുറഞ്ഞതാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ ലോഞ്ചുകൾ കുറയാനുള്ള ഒരു സാധ്യതയായിട്ടും കാണുന്നുണ്ട്. പക്ഷേ രണ്ട് ബ്രാൻഡുകൾ ഇപ്പോഴും കാര്യമായിട്ട് വില വർദ്ധിപ്പിക്കാതെ ഉണ്ട്. അതെന്ന് പറയുന്നത് ആപ്പിളും സാംസങ്ങുമാണ്. ആപ്പിളിന്റെയൊക്കെ ഫോണുകളുടെ വില വെച്ച് നോക്കുമ്പോൾ ആൾറെഡി അവർ ലോഞ്ച് ചെയ്ത ഫോണുകളുടെ വില തന്നെ കൂടുതലാണ്. പിന്നെ ഇനി എന്തിന് കൂട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ലെങ്കിലും എന്തായാലും ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു വില വർധനമൊന്നും വന്നിട്ടില്ല. ആപ്പിൾ, സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫോണിന് കാര്യമായിട്ടുള്ള വില വർധന വരാത്തതിനും ഒരു ചില കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ കാരണങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾക്ക് ഇത്രയധികം വില വർദ്ധിക്കുന്നതെന്ന് നോക്കാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് റാം ഷോർട്ടേജ് ആണ് നിലവിൽ. അതായത് സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കുന്നതിനുള്ള റാമിന് കാര്യമായിട്ടുള്ള ഷോർട്ടേജ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ വില കൂടാനുള്ള ഒരു കാരണം. എന്ത് സാധനത്തിനും ഷോർട്ടേജ് വരുമ്പോൾ എന്താ ചെയ്യുക? അതിന്റെ വില കമ്പനികൾ കൂട്ടുകയാണ്. അപ്പോൾ റാം ഷോർട്ടേജ് മൂലം റാമിന്റെ വില കൂടുന്നു. സ്വാഭാവികമായിട്ടും സ്മാർട്ട് ഫോണുകളുടെയും വില കൂടുകയാണ്. ഇങ്ങനെ റാമിന് ഷോർട്ടേജ് ഉണ്ടാകാനും അല്ലെങ്കിൽ റാമിന്റെ വില കൂടാനുമുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെല്ലാം എയുടെ പിന്നാലെയാണ്. എയെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇപ്പോൾ ഗൂഗിൾ ജെമിനി ഇല്ലേ, ChatGPT, അതൊരു സോഫ്റ്റ്വെയർ അല്ലേ, ആ ഒരു എ വരുന്നത് കൊണ്ട് എങ്ങനെ പ്രൈസ് ഹൈക്ക് വരും എന്നൊരു ചിന്ത ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എ എന്ന സോഫ്റ്റ്വെയർ കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മികച്ച ഹാർഡ്വെയർ വേണം എന്നുള്ളതാണ് കാരണം. എ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള റാം, NPU, GPU പോലുള്ള അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ മികച്ച രീതിയിൽ മികച്ച കപ്പാസിറ്റി ഉള്ളവ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പറയുന്ന എ എന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യൂ. അതാണ് പലപ്പോഴും സ്മാർട്ട് ഫോണുകളുടെ വില കൂട്ടാൻ കാരണം. അത്തരം ഹാർഡ്വെയറുകൾക്ക് കാര്യമായിട്ടുള്ള വില വർധന ഇപ്പോൾ വന്നിട്ടുണ്ട്.
ഈ ഒരു AI വർക്ക് ചെയ്യണമെങ്കിൽ നിരവധി ഡേറ്റകൾ കൃത്യമായി പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ AIക്ക് കൃത്യമായി വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൂഗിൾ, ആപ്പിൾ, അതുപോലെ മെറ്റ തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ഈ AIക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഡേറ്റകൾ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെയും വലിയ കപ്പാസിറ്റി റാമുകളും GPUവും NPU ഒക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ചിലവേറിയതായി ഇത്തരത്തിൽ AIക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ ക്ലൗഡ് സ്റ്റോറേജ് തന്നെ. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള AI ഡേറ്റ സ്റ്റോറേജ് ഓൺ ഡിവൈസിലേക്ക് മാറ്റി. സ്മാർട്ട് ഫോണുകൾ തന്നെ അത്തരത്തിലുള്ള AIക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്മാർട്ട് ഫോണിലുള്ള റാമിൻ്റെയും അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ്റെയും ഒക്കെ കപ്പാസിറ്റി കൂട്ടേണ്ടി വരുന്നുണ്ട്. LPDDR ലേറ്റസ്റ്റ് റാമുകളൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ AI സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്യൂ. നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ ജെമിനിയോടും അതുപോലെ ചാറ്റ് GPTയോടൊക്കെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള മറുപടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് ഡേറ്റകൾ പരിശോധിച്ചിട്ടാണ് നമുക്കതിൻ്റെ ഒരു ഉത്തരം തരുന്നത്. അപ്പോൾ അത്തരം ഡേറ്റകൾ സ്റ്റോറേജിനായിട്ടും അത്തരത്തിൽ പ്രോസസ്സിങ്ങിനുമായിട്ടും ഈ പറയുന്ന സ്റ്റോറേജ് ഓപ്ഷനും അതുപോലെ റാമിൻ്റെയൊക്കെ കപ്പാസിറ്റി കൂട്ടേണ്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെയുമാണ് ഇതിൻ്റെ വില കൂടാനുള്ള ഒരു പ്രധാന കാരണം. മാത്രമല്ല, ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ ഒരു മൂല്യം ഇടിയുന്നതും ഇത്തരത്തിൽ റാമുകളുടെയൊക്കെ പ്രൈസ് കൂടുന്നതിനും സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടുന്നതിനും പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടുന്നതിനും കാരണമായി. അതുപോലെ തന്നെ ഗോൾഡ് റേറ്റ് നമുക്കറിയാം റോക്കറ്റ് വിടുന്നത് പോലെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗോൾഡ് റേറ്റും സ്മാർട്ട് ഫോണുകളുടെ പ്രൈസിങ്ങുമായിട്ടും ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടി പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ പ്രോഡക്റ്റുകൾക്ക് ഈ പറയുന്ന മറ്റ് ബ്രാൻഡുകളുടെ അത്ര കണ്ടുള്ള പ്രൈസ് ഹൈക്ക് വരുന്നില്ല എന്നുള്ളത് മുൻ ജനറേഷനെ അപേക്ഷിച്ച്. അതിന് പ്രധാന കാരണം സാംസങ് ഒക്കെ ഇത്തരത്തിൽ റാം അവർ തന്നെ അവരുടെ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു കാരണമാണ്. മാത്രമല്ല, ആപ്പിളൊക്കെ അവരുടെ ഇനി വരാൻ പോകുന്ന ഫോണുകളിലേക്ക് ഉപയോഗിക്കാനുള്ള റാമൊക്കെ ബൾക്ക് പർച്ചേസ് ആൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയും ഈ റാമിലൊക്കെ വന്ന ആ ഒരു പ്രൈസ് ഹൈക്ക് ആപ്പിളിനെ പോലുള്ള കമ്പനികളെ കാര്യമായി ബാധിക്കാത്തതും അവരുടെ ആപ്പിൾ, സാംസങ് പോലുള്ള ബ്രാൻഡിൻ്റെ ഫോണുകളുടെ വില കൂടാതിരിക്കാനും കാരണമാകുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെയൊക്കെ 10,000 രൂപയിൽ താഴെ തന്നെ മികച്ച നല്ല സ്മാർട്ട് ഫോണുകൾ കിട്ടിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇന്ന് 25,000 രൂപ കൊടുത്താൽ പോലും ഓക്കെ എന്ന് പറയാവുന്ന പല ഫോണുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫോണുകളുടെയൊക്കെ പ്രൈസ് കഴിഞ്ഞ ജനറേഷനിൽ നിന്നും കൂടുന്നു എന്നല്ലാതെ കാര്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനിലെ ഹൈക്ക് പലപ്പോഴും ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പുതിയ ഫോണുകൾ ഇറക്കുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, OnePlusന്റെ 13R എന്ന ഫോണിൽ നിന്നും 15R എന്ന ഫോണിലേക്ക് വന്നപ്പോൾ പ്രൈസ് ഹൈക്ക് ഉണ്ടായി. പക്ഷേ അവിടെ ക്യാമറയിലൊക്കെ ഒരു കുറവാണ് വരുത്തിയിരിക്കുന്നത്. ടെലിഫോട്ടോ സെൻസറൊക്കെ പൂർണ്ണമായിട്ടും 13Rൽ നിന്ന് 15Rലേക്ക് വന്നപ്പോൾ ഒഴിവാക്കുകയാണ് OnePlus ചെയ്തത്. അപ്പോൾ അതൊരു ഉദാഹരണം മാത്രമാണ്. പലപ്പോഴും സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തങ്ങളുടെ പുതിയ ജനറേഷൻ ഫോണുകൾ പുറത്തിറക്കുമ്പോൾ വില കൂട്ടുന്നെങ്കിലും ക്വാളിറ്റിയിൽ കുറവ് വരുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളാണ്. നമ്മളുടെ ഇരിക്കുന്ന നിലവിലുള്ള ഫോണുകൾ കംപ്ലൈൻ്റ് ആയാൽ ഒരു പുതിയ ഫോൺ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിൻ്റെ ആ ഒരു വിലയ്ക്ക് അനുസരിച്ച് നമ്മളൊരു ഫോൺ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ച ഫോണിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ പ്രൈസ് പോയിന്റിൽ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു അവസ്ഥാവിശേഷം. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരുവിധം കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഓടട്ടെ എന്ന് വിചാരിക്കുക. അതല്ല, സ്മാർട്ട് ഫോൺ മാറിയേ പറ്റൂ, അത് തീരെ ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്നുവെങ്കിൽ നമുക്ക് പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാം. പക്ഷേ അങ്ങനെ വാങ്ങുന്ന സ്മാർട്ട് ഫോൺ എന്ത് തന്നെയായാലും ഒരു 2-3 വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രാൻഡിൻ്റെ ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ വരുന്ന ഈ ഒരു പ്രൈസ് ഹൈക്ക് ഏകദേശം 30% ഒക്കെ വരുന്ന ആ ഒരു വില കൂടുതൽ വരും വർഷങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിലും കൂടുതൽ പ്രൈസ് ഹൈക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സ്മാർട്ട് ഫോണുകൾ ഉടനെ വാങ്ങുന്നുവെങ്കിൽ എല്ലാ വർഷവും ഒക്കെ പുതിയ ഫോൺ മാറാൻ ഉതകുന്ന തരത്തിലുള്ള ഫോണുകൾ വാങ്ങാതെ കുറേ കാലം കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കുന്ന, കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ലഭിക്കുന്ന നല്ല ബ്രാൻഡിൻ്റെ ഫോണുകൾ നോക്കി ഒരുവിധം നല്ല പ്രൈസിങ് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു പ്രൈസ് ഹൈക്ക് ഉടനെയൊന്നും മാറാൻ പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ചാടിക്കയറി സ്മാർട്ട് ഫോണുകൾ വാങ്ങാതെ സെയിൽ വരുന്ന സമയം നമ്മൾ നോക്കും. ഇപ്പോൾ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഓഗസ്റ്റ് മാസത്തിലേക്ക് ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ വരും. അപ്പോൾ അത്തരമുള്ള സെയിലുകളിൽ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തങ്ങളുടെ ഫോണിൻ്റെ വില കുറച്ചെങ്കിലും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ബ്രാൻഡുകളും മത്സരിച്ച് ഫോണുകളുടെ വില കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിലുള്ള സെയിൽ ഇവൻറ്റുകൾ. ആ സമയത്ത് ഫോൺ വാങ്ങുന്നതും ഈ പറഞ്ഞ കാര്യമായ പരിക്കില്ലാതെ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ നമ്മെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.